കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഭീതികളായിരമുണ്ട് തീർത്തു നേരിൽ മർത്യനു ജീവിതമോർക്കിൽ യുദ്ധരംഗം മാമകസായകമൊന്നു നാമമന്ത്രം. ഭദ്രകാളി ഭവാനി മമ മാതേ തവ സുപ്രഭാതം. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. ശ്രീമദ് ദേവി ഭാഗവതം സപ്തമസ്കന്ധം 37-ാമത്തെ അധ്യായം അവലോകനം ചെയ്തുകൊണ്ടുവരുന്നു. ഭക്തിമാർഗത്തിലൂടെ ജ്ഞാനം നേടി, ജ്ഞാനത്തിലൂടെ വിരക്തി നേടി, ദേവിയുടെ പാദങ്ങളിൽ എങ്ങനെ എത്തിച്ചേരാം, മണിദ്വീപത്തിലെത്തി സുഖഭോഗങ്ങളെ അനുഭവിച്ച് ദേവിയിൽ എങ്ങനെ വിലയം ചേരാമെന്നുള്ള ഭാഗങ്ങളെ ദേവി ദേവന്മാർക്കും ഹിമവാനും ഉപദേശിച്ചു കൊടുക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ അവലോകനം ചെയ്തുകൊണ്ട് വരുന്നത്. അങ്ങനെ എൻ്റെ സംവിത്ത രൂപജ്ഞാനം ആർക്കാണോ ഉണ്ടാവുന്നത് അവന് മരണമില്ല എന്ന് പറയുകയാണ്. ബ്രഹ്മസ്വരൂപമായി ബ്രഹ്മത്വം പ്രാപിക്കണു. ബ്രഹ്മത്തെ അറിയുന്നവൻ ആ ബ്രഹ്മം തന്നെയായി തീരണു എന്ന് പറയുക. മരണം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദേഹത്തിൻ്റെ നാശത്തിനെയാണ് നമ്മൾ നമ്മുടെ നാശമായിട്ട് കണക്കാക്കുന്നത്. കാരണം ഈ ദേഹത്തിനെയാണ് ഞാൻ എന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ട് ദേഹത്തിൻ്റെ നാശം നമ്മുടെ നാശമായിട്ട് നമ്മൾ കണക്കാക്കുന്നു. പക്ഷേ വാസ്തവത്തിൽ ആത്മജ്ഞാനം നേടിയാൽ ഈ ദേഹാത്മബുദ്ധി വിട്ട് പരമാത്മബുദ്ധിയിലേക്ക് പോയാൽ ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആ ബ്രഹ്മം തന്നെയാണ്, പരമാത്മാവിൻ്റെ അംശം തന്നെയാണ് എന്നത് നമ്മളിൽ ഉറച്ചു എന്നുണ്ടെങ്കിൽ പിന്നീട് എന്തില്ല, നമുക്ക് ആ പരമാത്മാവ് അല്ലെങ്കിൽ പരമേശ്വരിയുമായിട്ട് ലയമേ ഉള്ളൂ, മരണമില്ല എന്നർത്ഥം. ആ മരണഭയം ഇല്ലാതെ കണ്ടാവും. കഴുത്തിൽ ധരിച്ചിരിക്കുന്ന സ്വർണത്തെ ആഭരണമെന്ന് നമ്മൾ ധരിക്കുന്നു. യഥാർത്ഥമായി ചിന്തിച്ചാൽ അത് സ്വർണമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെയാണ് ഈ ബ്രഹ്മപ്രാപ്തിയും എന്ന് പറയുകയാണ്, അല്ലേ? ആലോചിച്ച് നോക്കൂ. ഇപ്പം നമ്മൾ നെക്ലസ്സായിട്ട്, ചിലവർക്ക് ഇപ്പം നെക്ലസ്സോട് പ്രിയമാണ്, നെക്ലസ്, ചിലവർ ചെയിന്, ചിലവർ അതിൽ മണികളൊക്കെ കോർത്ത് സ്വർണ്ണ ചെയിനിൽ, അങ്ങനെ പല പല അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പല പല രൂപങ്ങളും കൊടുത്തുകൊണ്ട് അതിനെ ധരിച്ച് നടക്കുന്നു. ആ ധരിച്ച് നടക്കുന്ന സമയത്ത് നമ്മൾ എന്ത് വിചാരിക്കണു? ഞാൻ നെക്ലസ് ഇട്ടിട്ടുണ്ട്, ഞാൻ വളയിട്ടിട്ടുണ്ട്, ഞാൻ മോതിരമിട്ടിട്ടുണ്ട്, ഞാൻ ചെയിൻ ഇട്ടിട്ടുണ്ട്, ഞാൻ കമ്മലിട്ടിട്ടുണ്ട്, കുടക്കൊടുക്കലിട്ടിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ അതിൻ്റെ അറിയുന്ന പേരുകളിൽ നമ്മൾ അതിനെ നോക്കണു. അപ്പോൾ അതിട്ട് നടക്കുന്നുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷെ സൂക്ഷ്മമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളെന്താ ധരിച്ച് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു വളയാണോ, ഒരു നെക്ലസ്സാണോ, ഒരു ചെയിനാണോ, ഒരു മോതിരമാണോ, ഒരു കമ്മലാണോ എന്ന് ചോദിച്ചാലല്ല. പിന്നെന്താ, നമ്മൾ ധരിച്ച് നടക്കുന്നത് സ്വർണമാണ്, അല്ലേ? ഒരു കള്ളൻ്റെ കക്കുന്ന ഒരു കള്ളൻ എപ്രകാരമാണോ നോക്കുന്നത് ആ ബുദ്ധിയിലൂടെ നോക്കുക. കള്ളൻ്റെ ബുദ്ധിയിൽ കള്ളൻ നോക്കുന്നത് സ്വർണത്തിനെയാണ്. ഇപ്പം നിങ്ങൾ നെക്ലസ് ഇട്ടിട്ടുണ്ടോ ചെയിൻ ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടല്ലല്ലോ. ഞാൻ നെക്ലസ് പൊട്ടിക്കില്ല, ചെയിൻ മാത്രമേ പൊട്ടിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ വള കെട്ടെടുക്കില്ല, മോതിരം മാത്രമേ എടുക്കുള്ളൂ. അങ്ങനെയൊക്കെ കള്ളന്മാർക്കുണ്ടോ? അങ്ങനെയൊന്നും കള്ളനില്ല. കള്ളന് നെക്ലസ് ആയാലും ശരി, ചെയിനായാലും ശരി, വളയായാലും ശരി, മോതിരമായാലും ശരി, എന്തുണ്ടോ അതിനെ എങ്ങനെയാ കട്ടെടുക്കുക എന്നേ നോക്കണുള്ളൂ. കാരണം അവൻ നോക്കുന്നത് സ്വർണത്തിലേക്കാണ്, അതിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്കാണ്.
അവനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഇട്ട് നടക്കാനല്ല അവൻ കൊണ്ടുപോകണത്, അല്ലേ? കട്ട് കൊണ്ടുപോയിട്ട് തനിക്ക് നെക്ലസ്സായിട്ടിട്ട് നടക്കാനോ അല്ലെങ്കിൽ തൻ്റെ കയ്യിൽ വളയായിട്ടിട്ട് നടക്കാനാണോ ഒരു കള്ളൻ കട്ട് കൊണ്ടുപോകണതെന്ന് ചോദിച്ചാലല്ല. കള്ളൻ കട്ട് കൊണ്ടുപോകണതിന് എന്തിനാ? ഈ ഉരുപ്പടി കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും വിറ്റ് കാശാക്കുക. അപ്പം അവന് വേണ്ടത് അതിലുള്ള സ്വർണത്തിലാണ് അവൻ്റെ നോട്ടം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭാവത്തിൽ ആയിരിക്കണമെന്ന് പറയാണ് നമ്മുടെയും. അതുപോലെ ബ്രഹ്മപ്രാപ്തി. ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിപ്പിച്ച് അതുമൂലം ലഭിച്ചതിനെ തന്നെയാണ് വീണ്ടും ലഭിക്കുന്നത്. ആത്മസ്വരൂപമാണ്. ഓരോരുത്തരുടെയും അജ്ഞാനം കൊണ്ടാണ് ഇത് മറക്കപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അറിഞ്ഞതിനും അറിയാത്തതിനും അപ്പുറത്താണ് ആ ബ്രഹ്മം എന്നുള്ളതിനെ മനസ്സിലാക്കി, കാരണങ്ങൾക്ക് അപ്പുറത്താണ് ആ ബ്രഹ്മം എന്ന് മനസ്സിലാക്കി, ജലത്തിലെ പ്രതിബിംബം പോലെ, കണ്ണാടിയിലെ പ്രതിബിംബം പോലെ, ഈ ശരീരത്തിലും നിഴലിലും വെയിലും പോലെ മറഞ്ഞും തെളിഞ്ഞും വിഭിന്ന ഭാവങ്ങളോടുകൂടി ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നു എന്നല്ലാതെ കണ്ട് എൻ്റെ ലോകമായിട്ടുള്ള മണിദ്വീപത്തിൽ എത്തുന്നവർക്ക് ഈ ദ്വൈതഭാവങ്ങളൊന്നുമില്ലാത്ത ആത്മജ്ഞാനം ഉണ്ടാവും. എല്ലാറ്റിനെയും ഒന്നായിട്ട് കാണാനായിട്ട് കഴിയും. എല്ലാം ദേവീ സ്വരൂപം തന്നെ. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ദേവി അല്ലാതെ കണ്ട് മറ്റൊന്നുമില്ല, ആദിപരാശക്തി അല്ലാതെ കണ്ട് രണ്ടായി എന്ന് പറഞ്ഞ ഒരു വസ്തു ഇല്ല എന്നുള്ള ആ ജ്ഞാനം, ആ ബ്രഹ്മജ്ഞാനം ഉണ്ടാവും. ആ ജ്ഞാനമുണ്ടാവുമ്പോൾ വിരക്തനായിത്തീരും. വിരക്തനായിത്തീർന്ന ഒരാൾ എൻ്റെ ഗതിയെ പ്രാപിക്കും എന്ന് പറയാണ്. അങ്ങനെ വിരക്തനായിട്ട് തീരാൻ ജ്ഞാനം വേണം. അത് ലഭിക്കാത്തവരെന്താവും? ഒരു കൽപ്പാന്തരത്തോളം കാലം ബ്രഹ്മലോകത്ത് വസിക്കുന്നതാണ് പറയണത്. അതിനുശേഷം നല്ല ഗൃഹത്തിൽ ജന്മം കിട്ടും. അവിടെ വെച്ച് സാധനങ്ങളൊക്കെ അനുഷ്ഠിച്ച് ആത്മജ്ഞാനം നേടും. എന്നിട്ട് വീണ്ടും ഇതാ എന്നിലേക്ക് എത്തിച്ചേരും എന്ന് പറയുകയാണ്. അനേക ജന്മങ്ങൾ കൊണ്ടേ ഈ ജ്ഞാനം, ആത്മജ്ഞാനം എന്നുള്ളത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. ഒരു ജന്മം കൊണ്ടൊക്കെ അത് നേടിയെടുക്കുക എന്നുള്ളത് അതീവ ദുർലഭമായിട്ടുള്ള, കഷ്ടമായിട്ടുള്ള കാര്യമാണ്. ഈ മനുഷ്യജന്മം വളരെ ദുർലഭമാണ്. അതിലും പ്രത്യേകിച്ച് നമുക്ക് നല്ല ഒരു ജന്മമാണ് കിട്ടിയിരിക്കുന്നത്. ഇതിനെല്ലാം പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു ഗൃഹത്തിൽ, ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് ജന്മം കിട്ടി. വേദം പഠിക്കാൻ, പുരാണങ്ങൾ, ശാസ്ത്രങ്ങൾ പഠിക്കാൻ അതിനുള്ള സാഹചര്യം കിട്ടി. നല്ല ഗുരുവിനെ കിട്ടി. ഇതൊക്കെ എൻ്റെ അനുഗ്രഹം തന്നെയാണ്. കാരണം ഇതെല്ലാം വളരെ ദുർലഭമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ്. ദുർലഭമായിട്ടുള്ള ഇത് നമുക്ക് സുലഭമായിട്ട്, അനുഗ്രഹമായിട്ട് കിട്ടിയിരിക്കുന്നത് എന്ന് പറയുകയാണ്. വീട്ടിലിരുന്നു കൊണ്ട് ഭഗവതാദികൾ ദിവസേന കേൾക്കാൻ, മനസ്സിലാക്കാൻ, പഠിക്കാൻ കഴിയുന്നു എന്നുള്ളത് മഹാഭാഗ്യമാണ് എന്ന് പറയുകയാണ്. ശമം തുണം തുടങ്ങിയ അതെല്ലാം ലഭിക്കുക, യോഗസിദ്ധി ഉണ്ടാകുക, അതുപോലെ ഉത്തമ ഗുരുവിനെ ലഭിക്കുക, ഇതൊക്കെ വളരെ ദുർലഭമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ജന്മാന്തര ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേദ്ന്ന് ഭാഗവത മഹാപുരാണത്തിൽ പറഞ്ഞില്ലേ? അനേക ജന്മപുണ്യസ്തു മോക്ഷേച്ഛ ജായതേ തഥാ എന്നിവിടെ പറയണു. അനേക ജന്മങ്ങളുടെ സാഫല്യം, പുണ്യം കൊണ്ടാണ് ഇതൊക്കെ നമുക്ക് നേടാൻ, ഇതിലേക്കൊക്കെ മനസ്സ് പോകാൻ തന്നെ നമുക്ക് കഴിയുന്നത്. അതൊക്കെ ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ്.
ഇതൊന്നും ഇല്ലാതെ കണ്ടായി എന്ന് പറഞ്ഞാൽ ഈ ശ്രേഷ്ഠമായിട്ടുള്ള മനുഷ്യജന്മം തന്നെ നിഷ്ഫലമായിട്ട് പോവുകയാണ് തേടുന്നത്. അതുകൊണ്ട് ജ്ഞാനം നേടി ഈ വിരക്തിയെല്ലാം ഉണ്ടായി. അതിനു വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണം. ഒരു അശ്വമേധയാഗം നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ടല്ലല്ലോ, പല ദിവസങ്ങളിലൂടെ പല ഭാഗങ്ങളായിട്ടൊക്കെയാണല്ലോ അശ്വമേധയാഗം തന്നെ നടത്തുന്നത് അല്ലേ. മാസങ്ങളോളം നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള ക്രിയകളാണ് യജ്ഞങ്ങളോ യാഗങ്ങളോ ഹോമങ്ങൾ. അത് കഴിയുമ്പോഴാണ് അതിൻ്റെ ഫലസിദ്ധി കിട്ടുന്നത്. എന്നതുമാതിരി ഇതും ഒരു യാഗം, ഒരു യജ്ഞം തന്നെയാണ്. പല ജന്മങ്ങളിലൂടെ നമുക്ക് പതുക്കെ പതുക്കെയാണ് ഓരോ പടിയും കയറി പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ അല്ലേ. അപ്പോൾ ഈ പടിയാറുകളും കടക്കാൻ നമുക്ക് സാധിക്കുന്നത് എന്ന് പറയാണ്. ഇങ്ങനെ ഇതാ